വേദിയിലെ മാന്യ തൊഗടിയാജി, മറ്റ് മാനനീയ പ്രമുഖരെ, സ്നേഹം നിറഞ്ഞ ബന്ധുജനങ്ങളെ, ആരാധ്യരായ നാട്ടുകാർ, തൃശ്ശൂരിലെ ഹൈന്ദവ സമൂഹത്തിന് മാത്രമല്ല ഹിന്ദു ഐക്യവേദിക്ക് മുഴുവൻ ഒരു ദിശാബോധം പകർന്നു തന്നുകൊണ്ട് നമ്മെ ആവേശഭരിതരാക്കിയ തൊഗാഡിയാജിയുടെ വാക്കുകൾക്ക് ശേഷം നമുക്കിനി ഒരു പ്രസംഗത്തിന് പ്രസക്തിയുണ്ടോ എന്നെനിക്കറിയില്ല. ഏതായാലും നമ്മൾ കാലങ്ങൾക്ക് മുമ്പ് ഭയന്നിരുന്ന ഒരവസ്ഥയുണ്ട്, കേരളം കാശ്മീരാകുമോ എന്നുള്ളത്. കാലങ്ങളായി നമ്മളെല്ലാം ഭയക്കുന്ന, പലപ്പോഴായി വേദനകൾ പങ്കുവെക്കുന്ന ഒരവസ്ഥയാണ് കേരളം കാശ്മീരാകുമോ എന്നുള്ളത്. ഇപ്പോ നമുക്കറിയാം, ഈ മഹാശിവരാത്രിയുടെ പിറ്റേ ദിവസം വടക്കുംനാഥന്റെ തിരുസന്നിധിയില് ഹിന്ദു ഐക്യവേദിക്ക് മനസ്സിൽ ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു വസ്തുത അതാണ്, കേരളം നമ്മൾ ജമ്മു കാശ്മീർ ആക്കും എന്നുള്ളത്. ജമ്മു കാശ്മീർ ആക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളത്. ഭാരതത്തിന്റെ ശിരസില്, അമർനാഥിന്റെ മണ്ണില് വിഘടനവാദികളോടും ഇവിടുത്തെ കപട മതേതരവാദികളോടും പിടിച്ചു നിന്നുകൊണ്ട് അമർനാഥ് സംഘർഷ സമിതിക്ക് ഹിന്ദുവിന്റെ വിജയം ഉദ്ഘോഷിക്കാൻ സാധിച്ചതിന്റെ, നേടാൻ സാധിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ പ്രാവശ്യം ശിവരാത്രി നടത്തിയത്. ഹിന്ദുവിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പൊരുതുന്ന സംഘടനയായ ഹിന്ദു ഐക്യവേദിക്ക് തീർച്ചയായും അത് ആവേശം പകർന്നിട്ടുണ്ട്. നാളത്തെ കാശ്മീരാകുമോ എന്ന് ഭയന്ന കേരളത്തില് ഹിന്ദുവിന്റെ പീഡനങ്ങളും അവഗണനകളും വിവേചനങ്ങളും എല്ലാം തന്നെ പഴങ്കഥകളാക്കി മാറ്റിക്കൊണ്ട് ഉണരുന്ന ഹിന്ദുവിന്റെ പൊരുതുന്ന സംഘടനയായി ഹിന്ദു ഐക്യവേദിക്ക് മാറാൻ സാധിക്കും എന്നതിന്റെ ഉത്തമ നിദർശനമാണ് ഇന്ന് ഈ ഭഗവാന്റെ തിരുസന്നിധിയിൽ എന്തിനും തയ്യാറായി വന്നിരിക്കുന്ന ഈ ഹൈന്ദവ ജനസംഖ്യ എന്ന പൂർണ്ണബോധ്യം, ഹൈന്ദവ യുവജനസംഖ്യ എന്ന പൂർണ്ണബോധ്യം നമുക്കെല്ലാം ഉണ്ട്. ഇവിടുത്തെ നേരത്തെ തൊഗാഡിയാജി പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സാമ്പത്തികമായ മുന്നേറ്റത്തെ തടയുവാൻ, ഹൈന്ദവ സമൂഹത്തിന്റെ തന്നെ മുന്നേറ്റത്തെ തടയുവാൻ വേണ്ടി ബദ്ധശ്രദ്ധരായി പ്രവർത്തിക്കുന്ന ജിഹാദികളോടായാലും, ഹിന്ദുത്വത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന മതം മാറ്റക്കാരോടായാലും, ഈ മതം മാറ്റക്കാരെയും ജിഹാദികളെയും പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടി കയ്യും മെയ്യും മറന്ന് പ്രവർത്തിക്കുന്ന മതേതരക്കാരോടായാലും പൊരുതാനുള്ള ശേഷി നമുക്കുണ്ട് എന്ന ഉത്തമ ബോധ്യത്തിലാണ് നമ്മളിപ്പോൾ സംഘടനാ പ്രവർത്തനവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഹിന്ദുവിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ട് എന്ന തോന്നലിൽ മാത്രമേ, പരിഹാരം ഉണ്ട് എന്നൊരു തോന്നൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ട ഊർജം നൽകുന്നത്. ആ ഊർജം യഥേഷ്ടം നമുക്കിന്ന് കിട്ടുന്നുണ്ട്. ഇവിടെ ഭാരതത്തെ എന്നല്ല ലോകത്തെ മുഴുവൻ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ജിഹാദിനെ അവസാനിപ്പിക്കാൻ തീരുമാനിച്ച് ഉറച്ചിറങ്ങിയ നമുക്ക് അത് ഒഴിവാക്കണമെങ്കിൽ തീർച്ചയായും എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നതിനെ പറ്റി ചിന്തിക്കണം. സാധാരണഗതിയിൽ നമ്മളോട് പറയാറുള്ള ഒരു വസ്തുതയുണ്ട്, എന്നെ പോലെയും നിങ്ങളെ പോലെയും വിവരമില്ലാത്തവരൊന്നല്ല പറയുന്നത്, കിലോ കണക്കിന്, ടൺ കണക്കിന് ബുദ്ധി തൂക്കി വിൽക്കാൻ സാധ്യതയുള്ള ഇവിടുത്തെ ബുദ്ധിജീവികള്, സാംസ്കാരിക നായകന്മാര്, മാധ്യമങ്ങള്, ഇവിടുത്തെ രാഷ്ട്രീയക്കാര്, ഇടത് വലത് രാഷ്ട്രീയക്കാര്, ഇവരൊക്കെ നമ്മളോട് പറയുന്ന ഒരു വസ്തുതയുണ്ട്, ഇവരൊക്കെയും നമ്മളെ പോലെ തന്നെ ഈ രാഷ്ട്രത്തെ തീവ്രവാദത്തിൽ നിന്ന് രക്ഷിക്കാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിന് ഏത് തരത്തിലുള്ള പ്രവർത്തനമാണ് വേണ്ട എന്നവർ നമുക്ക് ദിശാബോധം നൽകുന്നു. ഭീകരവാദം അവസാനിക്കണമെങ്കിൽ ഭീകരവാദികളെ ശിക്ഷിച്ചതുകൊണ്ട് കാര്യമില്ല, ഭീകരവാദത്തിന്റെ കാരണങ്ങൾ കണ്ടെത്തിക്കൊണ്ട് ചികിത്സ കൊടുക്കണം എന്നാണ് പറഞ്ഞത്. ആ കാരണം കണ്ടെത്തിക്കൊണ്ട് ചികിത്സ നടത്തണം. ആ കാരണങ്ങൾക്ക് ഇവിടെ കാലമായി അന്വേഷണം നടക്കുന്നു. ഇപ്പൊ ഏകദേശം തെളിഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് ഭീകരവാദത്തിനുള്ള കാരണം. അതിന് മുന്നോട്ട് പറയുന്ന കാരണങ്ങളുണ്ട്. ഇസ്ലാമിക സമൂഹം അനുഭവിക്കുന്ന വിവേചനമാണ്, പീഡനമാണ്. മലയാളത്തിനൊരു പുതിയ പദം കൂടി കിട്ടിയിട്ടുണ്ട്, പാർശ്വവൽക്കരണമാണ്. ഇസ്ലാമിക സമൂഹം അനുഭവിക്കുന്ന പീഡനവും വിവേചനവും പാർശ്വവൽക്കരണവുമാണ് ഇവിടെ ഒരു പിടി ചെറുപ്പക്കാരെ ജിഹാദിന്റെ വഴിയിലേക്ക് നയിക്കുന്നത്, ആത്മഹത്യാ സ്ക്വാഡുകളായി മാറാൻ പ്രേരിപ്പിക്കുന്നത്, സ്വന്തം കുടുംബത്തെ പോലും മറന്നുകൊണ്ട് രാഷ്ട്രത്തെ നശിപ്പിക്കാൻ ഇറങ്ങാൻ സാധിക്കുന്നത്. ആ സമൂഹം അനുഭവിക്കുന്ന വിവേചനവും പീഡനവും പാർശ്വവൽക്കരണവും കാരണമാണ് എന്ന കണ്ടെത്തലിൽ നിന്നാണ് ഇന്ന് നമ്മളെല്ലാം ചികിത്സ ആരംഭിച്ചിരിക്കുന്നത്. ആ ചികിത്സയുടെ ഭാഗമാണ് നേരത്തെ തൊഗാഡിയാജി പറഞ്ഞതുപോലെ കേരളം കൊടുക്കാൻ ആരംഭിക്കുന്ന, അല്ലെങ്കിൽ കേരളത്തിന്റെ ഖജനാവ്, ഇന്ത്യ ഗവൺമെന്റിന്റെ തന്നെ ഖജനാവ് എല്ലാം തുറന്നു വെച്ചുകൊണ്ട് വാരിക്കോരി കൊടുക്കാൻ, ഏതൊക്കെ രംഗത്തേക്കാണ് കൊടുക്കേണ്ടത് എന്നറിയാതെ വാരിക്കോരി കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഏറ്റവും അവസാനം നമ്മൾ കണ്ടു, 10 വർഷം മദർസ അധ്യാപകനായി കുട്ടികളെ ഓദിപ്പിച്ചാൽ
4000 രൂപ പെൻഷൻ കിട്ടുമെന്ന്. ഒരു ജീവിതകാലം മുഴുവൻ ഈ നാട്ടുകാരുടെ വായിൽ ഒരു ഉരുള ചോറ് പോകാൻ വേണ്ടിയിട്ട് പാടത്തെ ചേറിൽ കിടന്ന് പുരുഷായുസ് ഹോമിക്കുന്ന ഇവിടുത്തെ കർഷക തൊഴിലാളിക്ക് 60 വയസ്സ് കഴിഞ്ഞ് ആരോഗ്യം നശിച്ചാൽ കിട്ട 250 രൂപ നൊട്ടയാണ് കയ്യിൽ വെച്ചു. 250 രൂപ. ഇവിടുത്തെ ജനതയ്ക്ക് ആഹാരം വായിൽ വെച്ചു കൊടുക്കാൻ വേണ്ടി ചേറി കിടന്ന് പെനയുന്നവന് 250 രൂപ. ഇവിടുത്തെ ജനസംഖ്യ ഇല്ലാതാക്കാൻ വേണ്ട ഭീകരവാദം പഠിപ്പിക്കുന്നവന് മാസം തോറും 4000 രൂപ കയ്യിൽ വെച്ചു കൊടുക്കാനുള്ള തീരുമാനം. ഇതെല്ലാം നേരത്തെ പറഞ്ഞ വിവേചനം അവസാനിപ്പിക്കാൻ, പീഡനം അവസാനിപ്പിക്കാൻ, പാർശ്വവൽക്കരണം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് എന്ന് നമ്മോട് പറയുന്നു. ഇവിടെ ഈ വിവേചനവും പീഡനവും പാർശ്വവൽക്കരണവുമാണ് ഭീകരവാദത്തിന് കാരണമെങ്കിൽ ന്യായമായും ഏതൊക്കെ രൂപത്തിലുള്ള വിവേചനമാണ്, പീഡനമാണ്, പാർശ്വവൽക്കരണമാണ് ഇസ്ലാമിക സമൂഹം ഇവിടെ അനുഭവിക്കുന്നത് എന്ന് നമ്മൾ അന്വേഷിച്ചേ പറ്റും. ഇവിടെ വ്യക്തിപരമായി കൊല്ലം ജില്ലയിലെ ഒരു സുഹൃത്ത് പറഞ്ഞ ഒരു അനുഭവത്തിൽ നിന്ന് വിവേചനത്തിന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് നമുക്ക് കിടക്കാം. ലോകത്ത് പല ഭാഗങ്ങളിലും അനുഭവിക്കുന്ന വിവേചനം എന്താണ് എന്ന്. അദ്ദേഹം തന്റെ നാട്ടില് കുടുംബക്ഷേത്രവും ആരാധനയും ഒക്കെയായി ജീവിക്കുന്ന ഒരു വ്യക്തി. ഒരു മണ്ഡലക്കാലം മുഴുവൻ വ്രതമെടുത്ത് ശബരീശനെ ദർശിക്കാൻ മല ചവിട്ടുന്ന വ്യക്തി വയറ്റിപ്പഴപ്പിന് വേണ്ടി സൗദി അറേബ്യയിലേക്ക് പോകാനിടയായി. അദ്ദേഹം ഇവിടെ നിന്ന് സൗദി അറേബ്യയിലേക്ക് പോകുന്ന സമയത്ത് കസ്റ്റംസ് അധികൃതരെ മുഴുവൻ വെട്ടിച്ചുകൊണ്ട് ഒരു സാധനം സൗദി അറേബ്യയിലേക്ക് കടത്തി, കള്ളക്കടത്ത് നടത്തി എന്ന് പറയാം. അത് മയക്കുമരുന്നായിരുന്നില്ല. അദ്ദേഹം കസ്റ്റംസ് അധികൃതരെ കബളിപ്പിച്ചുകൊണ്ട് മറ്റേ സൗദി അറേബ്യയിലേക്ക് കൊണ്ടുപോയത് മയക്കുമരുന്നായിരുന്നില്ല, കള്ളനോട്ടായിരുന്നില്ല, സ്ഫോടക വസ്തുക്കളായിരുന്നില്ല, നിരോധിക്കപ്പെട്ട വസ്തുക്കളൊന്നുമല്ല, മറ്റു നാടുകളിൽ നിരോധിക്കപ്പെട്ട വസ്തുക്കളൊന്നുമല്ല. മറിച്ച് അദ്ദേഹം ആ ഒളിച്ചു കടത്തിയ സാധനം ഒരു അയ്യപ്പ സ്വാമിയുടെ ബഹുവർണ്ണ ചിത്രമായിരുന്നു. ഈ അയ്യപ്പ സ്വാമിയുടെ ബഹുവർണ്ണ ചിത്രം തന്റെ സൂട്ട് കേസിന്റെ കവറിനകത്ത് വെച്ചു. അതിന്റെ പുറത്ത് മറ്റൊരു കാർഡ്ബോർഡ് കൊണ്ട് മറച്ചു, പെട്ടി അടച്ച് വളരെ ഭദ്രമായി അദ്ദേഹം ഈ ഫോട്ടോ സൗദി അറേബ്യയിൽ എത്തിച്ചു. ഉദ്ദേശം ഒന്നേ ഉള്ളൂ, ബ്രാഹ്മ മുഹൂർത്തത്തിൽ ഉണർന്നെഴുന്നേറ്റ് ഈ ഫോട്ടോ നോക്കിക്കൊണ്ട് അല്പനേരം നാമം ജപിക്കുക, തന്റെ അന്നത്തെ ദിവസം സാർത്ഥകമാക്കുക. ഇതിനു വേണ്ടിയാ കൊണ്ടുപോയി. അത് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ അദ്ദേഹം റൂമിൽ മറ്റാരും എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഈ ആരാധനയുമായി മുന്നോട്ട് പോയി. പക്ഷെ ഒരു ദിവസം ഇദ്ദേഹത്തിന് എന്തോ ജോലി തിരക്ക് കാരണം രാത്രി വരാൻ വൈകിയപ്പോ ഉറങ്ങാൻ വൈകിയപ്പോ ഉണരാനും വൈകിയപ്പോഴേക്കും റൂമിൽ എല്ലാവരും ഉണർന്നിരിക്കുന്നു. എന്നാലും തന്റെ റൂംമേറ്റ്സ് അല്ലേ എന്ന ഉത്തമമായ അല്ലെങ്കിൽ അമിതമായ വിശ്വാസത്തോടു കൂടി അദ്ദേഹം തന്റെ പെട്ടി തുറന്നു. അതിന്റെ പുറത്തെ കാർഡ്ബോർഡ് മാറ്റി വെച്ചു. അയ്യപ്പ സ്വാമിയുടെ ബഹുവർണ്ണ ചിത്രം എടുത്ത് അതിൽ നോക്കിക്കൊണ്ട് തന്റെ ആരാധന നിർവിഘ്നം നടത്തി. പക്ഷെ അത്ഭുതം എന്ന് പറയട്ടെ, മലയാളിയായ ഒരു റൂംമേറ്റ് ആ വിവരം അധികൃതരെ അറിയിക്കുകയും അന്ന് തന്നെ റൂം റെയ്ഡ് ചെയ്ത് ആ വ്യക്തിയുടെ ആരാധന നടത്തി എന്ന കുറ്റത്തിന് ആ വ്യക്തിയുടെ വിസ ക്യാൻസൽ ചെയ്ത് മടക്കി പറഞ്ഞയക്കുകയും ചെയ്തു. അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് ജയിലിന്റെ അഴി 1, 2, 3 എന്ന് എണ്ണണ്ട ഗതികേട് മാത്രം ഉണ്ടായില്ല എന്ന് വലിയൊരു സന്തോഷം അദ്ദേഹത്തിൽ അപ്പോഴും അവശേഷിക്കുന്നു. സൗദി അറേബ്യയെ പറ്റി രാഷ്ട്രാന്തരീയ വേദികളിൽ ഇതുപോലുള്ള പല പരാതികളും പലരും പറയുന്ന സമയത്ത്, ഉന്നയിക്കുന്ന സമയത്ത് സൗദി അറേബ്യ അവിടെ വളരെ വിഷമത്തോടുകൂടി പറയാറുള്ള ഒരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് നിവൃത്തിയില്ല, മറ്റു മതപ്രതീകങ്ങളൊന്നും ഞങ്ങളുടെ നാട്ടിൽ അനുവദിക്കാൻ ഞങ്ങൾക്ക് നിവൃത്തിയില്ല, കാരണം മെക്കയും മദീനയുമുള്ള പുണ്യഭൂമിയാണ് സൗദി അറേബ്യ, അതുകൊണ്ട് മറ്റു മതപ്രതീകങ്ങളൊന്നും അനുവദിക്കാൻ സാധിക്കാത്തതിൽ നിർവ്യാജം ഖേദിക്കുന്നു എന്നവർ പറയാറുണ്ട്. ഞങ്ങൾ വർഗീയവാദികളായതുകൊണ്ടല്ല, ഞങ്ങൾക്ക് നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ്. ഇനി ക്രിസ്ത്യാനിറ്റിയുടെ ഹെഡ് ഓഫീസായ വത്തിക്കാനിലേക്ക് നോക്കുക, അവിടെയും മറ്റു മതപ്രതീകങ്ങളൊന്നും അനുവദനീയമല്ല. പോപ്പിന് പട്ടും കമ്പിളിയും വിരിക്കാൻ, നിലവിളക്കും നിറപറയും വെക്കാൻ ഭാരതം പലപ്പോഴും സന്നദ്ധമായിട്ടുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും ഒരു ജഗദ്ഗുരു മാതാ അമൃതാനന്ദമയി ദേവിയെയോ ശ്രീ രവിശങ്കർജിയെയോ ഒക്കെ വരവേൽക്കണമെന്ന് വത്തിക്കാന് തോന്നും എന്ന് നമുക്ക് തോന്നുന്നില്ല. കാരണം മറ്റു മതപ്രതീകങ്ങളൊന്നും തന്നെ ആ മണ്ണിലേക്ക് കടക്കാൻ അവരനുവദിക്കില്ല. അവരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് നിവൃത്തിയില്ല, ക്രിസ്തു മതത്തിന്റെ ഹെഡ് ഓഫീസാണ്, ക്രിസ്ത്യാനിറ്റിയുടെ കേന്ദ്രമാണ്, അവിടെ മറ്റു മതപ്രതീകങ്ങളൊന്നും ഞങ്ങൾക്ക് അനുവദിച്ചു. ഇനി നമുക്ക് ഈ ഭാരതത്തിലേക്ക് വരിക. ഇതിലെ എത്ര ആയിരക്കണക്കിന് വർഷത്തെ ചരിത്രം എടുത്താലും ഇവിടെ ഏതെങ്കിലും ഒരു മതസ്ഥർക്ക് ഇതുപോലെ ഒരു അനുഭവം പറയാനുണ്ടായിട്ടുണ്ടോ? മെക്കയും മദീനയുമുള്ള പുണ്യഭൂമിയാണ് സൗദി അറേബ്യ, അതുകൊണ്ട് മറ്റു മതപ്രതീകങ്ങൾ അനുവദനീയമല്ല എന്ന് പറയുന്ന സാഹചര്യത്തിൽ ഭാരതത്തിലേക്ക് നോക്കുക. അയോധ്യയും കാശിയും മധുരയും മാത്രമല്ല, അതുപോലുള്ള 100 കണക്കിന് പുണ്യകേന്ദ്രങ്ങളുള്ള പുണ്യഭൂമിയല്ലേ ഭാരതം.
ഇതിനു ഉപരിയായിട്ട് നമ്മുടെ സങ്കല്പം അനുസരിച്ച് അവതാരങ്ങളുടെ പാദം പതിയാത്ത ഒരു നുള്ളു മണ്ണ് ഇവിടെ എവിടെയെങ്കിലും ഉള്ളതായി നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? വാമന ഭഗവാന്റെ കാലിനടിയിൽ പെടാത്ത ഒരു സ്ഥലം ഉലകത്തിൽ എവിടെയെങ്കിലും ഉണ്ട്? ശ്രീരാമചന്ദ്രനും ശ്രീകൃഷ്ണ ഭഗവാനുമായി ഒക്കെ ബന്ധപ്പെട്ട ഐതിഹ്യങ്ങൾ നിലനിൽക്കാത്ത മണ്ണ് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? ഇങ്ങനെയെല്ലാം അവതാരങ്ങളുടെ പാദം പതിഞ്ഞ മണ്ണ്, ഈശ്വര കഥകളാൽ ഇഴുകിച്ചേർന്ന മണ്ണ്, പുണ്യപുരാണ കേന്ദ്രങ്ങളും തീർത്ഥസ്നാനങ്ങളും നിലനിൽക്കുന്ന മണ്ണ്, കഴിഞ്ഞ 10,000 കൊല്ലത്തെ ചരിത്രമെടുത്താൽ എപ്പോഴെങ്കിലും ആരോടെങ്കിലും അവരുടെ ആരാധന വിലക്കിയതായി നമുക്കൊരു ഉദാഹരണം പറഞ്ഞു തരാൻ പറ്റും? 1% പോലും ഇല്ലാത്ത പാഴ്സികള്, അവരിൽ സംസാരശേഷി കൈവശമുള്ള മുഴുവൻ ആളുകളെയും വിളിച്ചു നിർത്തിക്കൊണ്ട് നമുക്ക് ചോദിച്ചാൽ അവരുടെ ഇന്നലെകളിലോ ഇന്നോ അവരുടെ ആരാധന ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ഇന്നത്തെ മതേതരക്കാരന്റെ ഭാഷയിൽ പറഞ്ഞാൽ വർഗീയവാദിയും തീവ്രവാദിയും ഫാസിസ്റ്റും മറ്റെന്തൊക്കെയോ ആയ ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സമൂഹം എന്നെങ്കിലും അവരുടെ ആരാധന വിലക്കിയിട്ടുണ്ടോ? ഏതെങ്കിലും തരത്തിൽ തടസ്സപ്പെടുത്തിയിട്ടുണ്ടോ? ഹിന്ദു ചക്രവർത്തിമാർ ഭരിക്കുന്ന കാലത്ത് അവരുടെ ആരാധനയ്ക്കെതിരെ നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? 1% മൈക്രോസ്കോപ്പിക് മൈനോറിറ്റിയാണ് അവര്. അവർക്ക് അത്തരം ഒരു അനുഭവം ഈ മണ്ണിൽ പറയാനുണ്ടോ? 0.1% പോലും ഇല്ലാത്ത ജൂതന്മാർക്ക് 1948 വരെ കൊച്ചി മട്ടാഞ്ചേരി ഭാഗങ്ങളിൽ അല്പസ്വല്പം ഉണ്ടായിരുന്നവര്, അവർക്ക് 10,000-2000 വർഷത്തോളം ഈ മണ്ണുമായി പരിചയമുണ്ട്. ഇതിൽ എപ്പോഴെങ്കിലും അവരുടെ സിനഗോഗുകൾ നിർമ്മിക്കാൻ ഈ രാഷ്ട്രം എതിര് നിന്നിട്ടുണ്ടായെന്ന്, അവരുടെ ആരാധനയ്ക്ക് ഈ രാഷ്ട്രം തടസ്സം നിന്നിട്ടുണ്ടായെന്ന്, അയൽപക്കക്കാരൻ അരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായെന്ന് ഒരനുഭവം ഈ മണ്ണിനെ പറ്റി അവർക്ക് പറയാനുണ്ടോ? ഇനി 2.5% വരുന്ന ക്രിസ്ത്യാനിയിലേക്ക് വരിക നമ്മള്. അവർക്ക് ഈ മണ്ണിന് മതം പ്രചരിപ്പിക്കുന്നതിനോ ആരാധനാലയങ്ങൾ കെട്ടുന്നതിനോ ഇവിടുത്തെ ഹൈന്ദവ ഭരണാധികാരികൾ എതിർത്തിട്ടുണ്ടോ? ഹൈന്ദവ ഭൂരിപക്ഷം എതിർത്തിട്ടുണ്ടോ? ഇപ്പോൾ ഒരു പക്ഷേ, കാരണം കേറി മുറത്തി കയറി കത്താൻ തുടങ്ങിയപ്പോ, നിങ്ങൾ റോട്ടിൽ കുരിശു വെച്ചപ്പോ ആരും എതിർത്തില്ല, പള്ളികൾക്ക് മുകളിൽ കുരിശു വെച്ചപ്പോ ആരും എതിർത്തില്ല. വന്ന് അവസാനം അത് നമ്മുടെ നെഞ്ചത്ത് തന്നെ വെക്കണമെന്നൊരവസ്ഥ വന്നപ്പോൾ ചിലയിടത്തെങ്കിലും നോ എന്ന് പറയേണ്ട ഒരു സ്ഥിതി വന്നിട്ടുണ്ട് എന്നുള്ളതല്ലാതെ സ്വാഭാവികമായ ആരാധനാ രീതികളുമായി മുന്നോട്ട് പോകുവാനോ ആരാധനാലയങ്ങൾ കെട്ടുവാനോ കച്ചവടം നടത്തിയില്ലായിരുന്നുവെങ്കിൽ ഈ മണ്ണില് എപ്പോഴെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുമായിരുന്നു. മതത്തെ ഒരു കച്ചവട ചരക്കാക്കി താഴ്ത്തിയില്ലായിരുന്നുവെങ്കിൽ എവിടെയും എന്തെങ്കിലും തരത്തിലുള്ള ഒരു അസ്വാരസ്യം അനുഭവപ്പെട്ടതായിട്ട് നിങ്ങൾക്ക് പറയാൻ സാധിക്കും. അവിടെയാണ് നമ്മൾ കേൾക്കുന്നത് ഇവിടെ ഇസ്ലാമിക ജിഹാദിന് കാരണം, ഭീകരവാദത്തിന് കാരണം ഇസ്ലാമിക സമൂഹം അനുഭവിക്കുന്ന വിവേചനമാണ്, പീഡനമാണ്, പാർശ്വവൽക്കരണമാണ്. പുതിയ പുതിയ പദങ്ങൾ മലയാളത്തിന് സംഭാവന ചെയ്തുകൊണ്ട് അങ്ങനെ മതേതരവാദികൾ അരങ്ങ് തകർക്കുമ്പോൾ നമുക്ക് ഈ സമൂഹത്തെ പറ്റി നോക്കാം. 12% വരുന്നു. ഒരു പക്ഷേ മറ്റേ ന്യൂനപക്ഷം എന്ന പേരിന് പോലും അവർ അർഹരല്ല. എന്നിരുന്നാലും അവരനുഭവിക്കുന്ന വിവേചനത്തെ പറ്റി, പീഡനത്തെ പറ്റി നമുക്ക് ചിന്തിച്ചേ പറ്റേ. വിവേചനം എവിടെ? ഇവിടെ ഭാരതത്തിന്റെ സിംഹാസനത്തില് പരമപ്രധാനമായ 1ാം സ്ഥാനം നൽകുന്ന സിംഹാസനത്തില് പ്രസിഡന്റ് പദവിയില് ഡോക്ടർ സാക്കിർ ഹുസൈനെ, ഫക്രുദ്ദീൻ അലി അഹമ്മദിനെ, APJ അബുൽ കലാമിനെ പോലുള്ള സഹോദരന്മാരെ മതം നോക്കാതെ കയറ്റിയിരുത്തിയ ഈ നാട്ടില് പറയാൻ കഴിയുമോ വിവേചനമുണ്ട്, പീഡനമുണ്ട്, പാർശ്വവൽക്കരണമുണ്ട്? ഏതെങ്കിലും രംഗത്ത് നിന്ന് ആരെയെങ്കിലും തഴഞ്ഞിട്ടുണ്ടോ? കലയുടെ രംഗത്ത്, സ്പോർട്സിന്റെ രംഗത്ത് എപ്പോഴെങ്കിലും ഈ നാട് മതത്തെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? കഴിവിനെ പറ്റിയല്ലാതെ, മനസ്സിനെ പറ്റിയല്ലാതെ, ഈ നാടിനോടുള്ള സ്നേഹത്തെ പറ്റിയല്ലാതെ മതം ഞങ്ങൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. ഭീകരവാദിയെയും എതിർക്കുന്നത് മതം നോക്കിക്കൊണ്ടല്ല, അവർ ഈ രാഷ്ട്രത്തെ നശിപ്പിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് മാത്രമാണ് എതിർക്കേണ്ടി വരുന്നത്. അപ്പോ ഇതിന് വെള്ള പൂശുന്നവരെ, വെള്ളം ഒഴിച്ചു കൊടുക്കുന്നവരെ, വളമിട്ട് കൊടുക്കുന്നവരെ പറയുന്ന പീഡനം, വിവേചനം, പാർശ്വവൽക്കരണം നമുക്ക് ദഹിക്കാൻ ലേശം ബുദ്ധിമുട്ടുണ്ട്. ഇതുപോലുള്ള അനുഭവങ്ങൾ ഒന്നും പറയാനില്ല. പക്ഷെ ചോദിക്കുമ്പോ പണ്ടത്തെ ചെന്നായുടെ ഒരു നയം കേട്ടിട്ടുണ്ടോ നമ്മൾ? ആട്ടുംകുട്ടി വെള്ളം കുടിക്കാൻ കുളത്തിലിറങ്ങി. ഈ ആട്ടിൻകുട്ടിയെ കണ്ടപ്പോ ചെന്നായുടെ നാവുന്ന അങ്ങനെ വെള്ളമൊലിക്കുക, അതിനെ തിന്നാൻ കൊതി. ഉടനെ ചെന്നു, എൻ്റെ ഒരു കാരണം വേണ്ടേ, ലോകം കുറ്റപ്പെടുത്തരുതല്ലോ. ആട്ടിൻകുട്ടിയുടെ അടുത്തേക്ക് ചെന്നു, നീ എന്തിനാ വെള്ളം കലക്കിയ? ഞാൻ നിന്നെ തിന്നാൻ പോവാന്ന്. അയ്യോ, വെള്ളം കലങ്ങിയിട്ടില്ലല്ലോ, കാരണം വെള്ളം നല്ല തെളിഞ്ഞു നിൽക്കണേ. വെള്ളം കലങ്ങിയിട്ടില്ലല്ലോ. ഇപ്പോഴല്ല, 6 മാസം മുമ്പ് നീ എന്തിനാ വെള്ളം കലക്കി? ഞാൻ 6 മാസം മുമ്പ് ജനിച്ചിട്ടില്ല, എനിക്ക് ആകെ 5 മാസേ പ്രായമായിട്ടുള്ളൂ. ഞാനെങ്ങനെയാ 6 മാസം മുമ്പ് വെള്ളം കലക്കുക? നീ അല്ലെങ്കിൽ നിന്റെ തള്ള കലക്കിയിട്ടുണ്ട്. നിന്റെ തള്ള അന്ന് കലക്കിയ കുറ്റത്തിന് ഞാൻ ഇപ്പൊ തിന്നുന്നു. കാരണം എന്താന്ന് പറഞ്ഞാൽ എനിക്ക് തന്നെ തിന്നേ പറ്റൂ.
അതിന് കാരണങ്ങൾ കണ്ടെത്തുക. ഈ നാട് തകർത്തേ പറ്റൂ, അതാദ്യം തീരുമാനിച്ചു കഴിഞ്ഞ് കാരണങ്ങൾ കണ്ടെത്തുന്നു. അവിടെയാണ് നമ്മൾ ലോകം മുഴുവൻ പരതുന്നത്. ഇന്ന് കേരളത്തിന്റെ അങ്ങാടികളിലേക്ക് നാഷണൽ ഹൈവേയിലേക്ക് ഒന്ന് ഇറങ്ങി നോക്കുക. നമ്മുടെ രാഷ്ട്രീയക്കാരൊക്കെ ഉണ്ട് റോട്ടില്, കൂടെ പല സംഘടനകളും ഉണ്ട്. ഫ്ലക്സുകളെ കൊണ്ട് നാടും നഗരം മുഴുവൻ നിറഞ്ഞു കിടക്കുന്നു. കേരളത്തിന്റെ മർമ്മപ്രധാനമായ വിഷയങ്ങളാണ് അവിടെ എല്ലാം അവർ ചർച്ച ചെയ്യുന്നത്. കേരളത്തിലെ 90% ആളുകളെയും ബാധിക്കുന്ന വിഷയത്തെ പറ്റിയിട്ട് തലങ്ങും വിലങ്ങും കേരളം ബോർഡുകൾ വെച്ചുകൊണ്ടിരിക്കുന്നു. ബുദ്ധിപരമായും എല്ലാ തരത്തിലും കേരളം അതിനെപ്പറ്റി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഏറ്റവും വലിയ വിഷയം എന്താ? ഇസ്രായേലുമായുള്ള നയതന്ത്ര ബന്ധം ഉടൻ അവസാനിപ്പിക്കണം. അതങ്ങോട്ട് അവസാനിപ്പിച്ചാൽ കേരളത്തിന്റെ സർവ്വ പ്രശ്നവും തീർന്നു. അപ്പൊ നീ അല്ലെങ്കിൽ നിന്നടെ തള്ള എന്തിനിവിടെ ആഞ്ഞടിക്കുന്നു? പാലസ്തീനിലെ അഭയാർത്ഥികൾക്ക് വേണ്ടിയിട്ട്. കാരണമുണ്ട്. ഇനി അവിടെ പ്രശ്നം പരിഹരിച്ചാലോ? അപ്പൊ നമുക്ക് പറയാം അന്റാർട്ടിക്കയിൽ മുസ്ലിങ്ങൾക്ക് താമസിക്കാൻ പറ്റാത്തത് കൊണ്ട്, കാരണം അവിടുത്തെ കാലാവസ്ഥ ശരിയല്ലല്ലോ. അപ്പൊ അതിന്റെ പേരില് ഞങ്ങൾ ഈ ലോകത്തെ സർവ്വ ഇടവും തകർത്തേ പറ്റൂ, നീ അല്ലെങ്കിൽ നിന്നടെ തള്ള എന്ന് പറഞ്ഞ മാതിരി വെള്ളം കലക്കിയാലോ കലക്കിയില്ലെങ്കിലും ചെന്നായക്ക് ആട്ടും കുട്ടിയെ തിന്നേ പറ്റുള്ളൂ. ഇതുപോലെ കാരണങ്ങളിൽ നിന്ന് കാരണങ്ങളിലേക്ക് അങ്ങനെ അന്വേഷണം പോകുമ്പോൾ ഇവിടെയാണ് നേരത്തെ പറഞ്ഞ പീഡനം, വിവേചനം, പാർശ്വവൽക്കരണം നമ്മുടെ മനസ്സിൽ അങ്ങനെ ഉത്തരം കിട്ടാത്ത ചോദ്യമായി മാറുന്നത്. ഇത് മാത്രമല്ല, ഈ 3 വാക്കുകൾ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കാൻ കാരണം, വിവേചനവും പീഡനവും പാർശ്വവൽക്കരണവും നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കാൻ കാരണം, ഇന്ന് 1947 മുതൽ എന്നല്ല, 1900 മുതൽ തന്നെ ഇസ്ലാമിക ഭീകരവാദത്തിന്റെ സ്വാദ് ഏറെ അനുഭവിച്ച നാടാണ് ഭാരതം. പക്ഷെ അന്ന് തൊട്ട് ഇന്ന് വരെയും നേരത്തെ പറഞ്ഞ മതേതര പടയ്ക്ക് അത് ഇസ്ലാമിക ഭീകരവാദമാണ് എന്ന് പറയാൻ ഉള്ള നാണം ഇപ്പോഴും മാറിയിട്ടില്ല. ഒന്നിങ്ങനെ വഴിക്കിട്ട് ഭീകരവാദം എന്റെ ഉള്ളിൽ വേണേ ചിന്തിച്ചോളണം. തൊട്ട വഴിക്ക് വരെ ഭീകരവാദത്തിന് മതമില്ല. ഞാനൊന്നും പറഞ്ഞില്ലേ, എന്റെ പേരിലാരും പുലിവാലുണ്ടാക്കല്ലേ എന്ന് പറഞ്ഞ ഉടനെ തിരുത്തും. ഭീകരവാദത്തിന് മതമില്ല. ഈ മതമില്ല എന്ന് പറയുന്നവൻ തൊട്ട വായിക്ക് ഇപ്പൊ ഒരു 4-5 മാസമായി എടുത്ത് ഉപയോഗിക്കുന്ന ഒരു പദം നമ്മൾ കേൾക്കുന്നുണ്ട്: ഹൈന്ദവ ഭീകരവാദം. ഇസ്ലാമിക ഭീകരവാദം എന്നൊന്നില്ല, മതത്തിന് ഭീകരവാദത്തിന് മതമില്ല എന്നൊക്കെ പറയുന്നവൻ ഇപ്പൊ കയ്യിലിട്ട് അമ്മാനമാടുന്നു ഹൈന്ദവ ഭീകരവാദം. ആ വാക്ക് അവിടെ ഇരിക്കട്ടെ. പക്ഷെ നേരത്തെ പറഞ്ഞ വാക്കുകൾ നമ്മെ ഭയപ്പെടുത്തുന്നു. വിവേചനം, പീഡനം, പാർശ്വവൽക്കരണം ഇവ ഭീകരവാദത്തെ ഉണ്ടാക്കും എന്ന നിങ്ങളുടെ തിയറി. വിവേചനവും പീഡനവും പാർശ്വവൽക്കരണവും ഭീകരവാദത്തെ ഉണ്ടാക്കും. ഞങ്ങൾ പറഞ്ഞതല്ല, ഇവിടുത്തെ മതേതരക്കാർ ഞങ്ങളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇത് 3ഉം തീവ്രവാദത്തിന്, ഭീകരവാദത്തിന് കാരണമാകുമെന്ന് നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കുമ്പോൾ അവിടെയാണ് ഹിന്ദു ഐക്യവേദിക്ക് പ്രവർത്തിക്കാനുള്ളത്. ഹിന്ദുക്കൾ ഭീകരവാദികളാകാതിരിക്കാൻ, വിവേചനവും പീഡനവും പാർശ്വവൽക്കരണവും ഏറെ അനുഭവിക്കുന്ന ഒരു സമൂഹത്തെ, അതിന്റെ പ്രശ്നങ്ങൾ ജനാധിപത്യപരമായ സമരമുഖങ്ങൾ തുറന്നുകൊണ്ട് അവ പരിഹരിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നു. കാരണം അനുഭവിക്കുന്നതിന്റെ പരമാവധി, അനുഭവിക്കാവുന്നതിന്റെ പരമാവധി നമ്മൾ അനുഭവിച്ച് കഴിഞ്ഞ ഒരു സാഹചര്യത്തിലാണ് ഓരോ പ്രശ്നങ്ങളെയായി ഏറ്റെടുത്തുകൊണ്ട് ഉണരുന്ന ഹിന്ദുവിന്റെ പൊരുതുന്ന സംഘടനയായ ഹിന്ദു ഐക്യവേദിക്ക് പ്രവർത്തിക്കേണ്ടി വരുന്നത്. കാരണം നമ്മുടെ മനസ്സിലൊന്നും പ്രശ്നങ്ങൾ തങ്ങി നിൽക്കാത്ത അത്രയും പ്രശ്നങ്ങളാണ് നമ്മൾ ഓരോരുത്തരും ഉൾക്കൊള്ളുന്നത്. കാവിക്കൊടിക്ക് കീഴിൽ വന്നിരിക്കാൻ സന്മനസ് കാണിക്കുന്ന ഹിന്ദു മാത്രമല്ല, ഏത് കൊടി പിടിക്കുന്നവനും ഇന്ന് ഉള്ളിൽ ഒരുപാട് വിഷമം പേറുന്നു. ഇവിടുത്തെ രാഷ്ട്രീയക്കാരൻ ഇന്ന് നമ്മൾ ഏറെ പറഞ്ഞു കേൾക്കുന്നു, പോളിഗ്രാഫ്, നാർക്കോ അനാലിസിസ് ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഏതാണ്ടൊക്കെ കൊണ്ടുകൊണ്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ വിളിക്കുന്ന മുദ്രാവാക്യങ്ങൾ ഏറ്റുവിളിച്ചുകൊണ്ട് തലയും കുമ്പിട്ട് നിങ്ങളുടെ പുറമെ എണ്ണാമെങ്കിൽ എണ്ണിക്കോ, നാളെ കള്ളം പറയരുത് എന്ന് പറഞ്ഞ് തലയും കുമ്പിട്ട് നിങ്ങൾ നടത്തുന്ന അടിമകളായ ഹൈന്ദവ സമൂഹത്തെ ഒന്ന് പോളിഗ്രാഫ് ടെസ്റ്റിനോ നാർക്കോ അനാലിസിസ് ടെസ്റ്റിനോ ഒക്കെ വിധേയമാക്കുക. ഈ വിളിക്കുന്ന മുദ്രാവാക്യത്തോട് അവർക്ക് എത്രമാത്രം പ്രതിബദ്ധതയുണ്ട്, അവരുടെ ഉള്ളിൽ എന്താണ് വാസ്തവം എന്ന് കാണാൻ, കാലത്തിന്റെ ചുമരെഴുത്ത് വായിക്കാൻ സമയം വൈകിയിരിക്കുന്നു. ഇവിടെയാണ് ഇതൊരു പൊട്ടിത്തെറിയിൽ എത്താതിരിക്കണമെങ്കിൽ ന്യായമായും ജനാധിപത്യപരമായ രൂപത്തിലുള്ള സമര മുഖങ്ങൾ തുറന്നേ പറ്റുള്ളൂ. ആ സമരമുഖങ്ങളാണ് ഹിന്ദു ഐക്യവേദി ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഹിന്ദുവിന്റെ നേരത്തെ പറഞ്ഞ ഉള്ളില് കൊള്ളാത്ത വിധത്തിൽ വിങ്ങുന്ന അവന്റെ പ്രശ്നങ്ങൾ
ഇത് ഇനിയും നിറഞ്ഞു കഴിഞ്ഞാൽ ഒരു മഹാസ്ഫോടനത്തിലായിരിക്കാം അവന്റെ മനസ്സത് അവസാനിപ്പിക്കുക എന്നുള്ളത് കൊണ്ട് ആ മനസ്സിലൊരു സ്ഫോടനം നടത്താതിരിക്കാൻ അവിടെയാണ് നമ്മൾ ഇതിന് ഇന്നും ജനാധിപത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഭാരതമെങ്കിൽ ജനാധിപത്യപരമായി പരിഹാരം കാണാൻ സാധിക്കും എന്ന ശുഭാപ്തി വിശ്വാസവുമായാണ് നമ്മൾ ഇറങ്ങുന്നത്. നമ്മൾ അനുഭവിക്കുന്നതിന് പരിധികളില്ല എന്ന് പ്രഭാഷണ വേദികളിൽ നിന്നല്ലാതെ തന്നെ ജീവിതം കൊണ്ട് നമ്മൾ ഉൾക്കൊണ്ടവരാണ്. ഏറ്റവും അവസാനത്തെ 1-2 ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ട്, സമയത്തിന്റെ പരിമിതി എനിക്ക് നല്ല ബോധ്യമുണ്ട്, പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാൻ. നമുക്ക് ഒരു കലം ചോറ് വെന്തോ നോക്കാൻ കലത്തോടെ പിടിച്ചിട്ട് പീച്ചു നോക്കൊന്നും വേണ്ട. 1-2 അനുഭവങ്ങൾ നമുക്ക് എന്തുകൊണ്ട് പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങേണ്ടി വരുന്നു എന്നതിന് 1-2 അനുഭവങ്ങൾ. ഇപ്പൊ പരീക്ഷക്കാലമാണ്. SSLC പരീക്ഷകൾ മാർച്ച് 11 സ്റ്റേറ്റ് സിലബസിന്റെ തുടങ്ങുകയാണ്. CBSE പരീക്ഷകൾ അതിനു മുമ്പ് തുടങ്ങും. എല്ലാറ്റിന്റെയും മോഡൽ പരീക്ഷകൾ 1ഉം 2ഉം ഘട്ടമൊക്കെ അവസാനിച്ച് നിൽക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന അമ്മമാർക്ക് അറിയാവുന്ന ഒരു സത്യമുണ്ട്, ചിലപ്പോൾ അച്ഛന്മാരത് ഉൾക്കൊണ്ടിട്ടുണ്ടാവും. നമ്മളീ പലരുടെയും വീടുകളിൽ ഇപ്പൊ മര്യാദയ്ക്ക് വെപ്പും തീനൊന്നുമില്ല. എന്താന്ന് പറഞ്ഞാൽ പിള്ളേരെ പഠിപ്പിക്കലാണ്. ഈ പാവട്ടത്തൊക്കെയുള്ള തെര കുത്തി നിറയ്ക്കണ മാതിരി നാഴി കൊള്ളണ പാത്രത്തിൽ 4 നാഴി കൊള്ളിക്കാനുള്ള ശ്രമമാണ് നമ്മുടെയൊക്കെ വീടുകളില്. ബ്രാഹ്മ മുഹൂർത്തത്തിൽ ഉണർന്നെഴുന്നേറ്റ് പഠിക്ക് പല വീട്ടിലും ചെന്നാൽ ഇന്ത്യ പാക് അതിർത്തി ചെന്ന മാതിരി ആകെ കോലാഹലം, പുസ്തകം ഇങ്ങട്ടേറ് ബഹളം. എന്തുകൊണ്ടാ? മക്കള് പഠിച്ച് നന്നാവില്ലായിരിക്കുമോ എന്നുള്ള നമ്മുടെ വെപ്രാളമാണ് കാണിക്കുന്നത്. അപ്പൊ ഒരമ്മ CBSE മോഡൽ പരീക്ഷകൾ നടക്കുന്ന സമയത്ത് മകളെ 4 മണിക്ക് വിളിച്ചെണീപ്പിച്ചു. ഇപ്പൊ നമ്മുടെ മക്കൾക്കൊക്കെ 4 മണി എന്ന് പറഞ്ഞാൽ നല്ല ഉറക്കത്തിന്റെ നേരം. 4 മണിക്ക് വിളിച്ചെണീപ്പിച്ച കുട്ടി ഇരുന്ന് തൂക്കുക. ദോഷം പറയേണ്ട, അമ്മ പോയി കിടന്നൊന്നുമില്ല, അമ്മ എടുത്തിരിക്കുന്നുണ്ട്, അമ്മയും തൂക്കുകയാണ്. 2 പേരും മത്സരിക്കുകയാണ് ആരാ കൂടുതൽ തൂക്കണം എന്നുള്ളത്. 2 പേരും തൂക്കണതിന്റെ ഇടയിൽ എന്തോ സ്വപ്നം കണ്ടെന്ന പോലെ മോള് ഞെട്ടി ഉണർന്നിട്ട് അമ്മയെ തോണ്ടി. അമ്മയും ഞെട്ടി ഉണർന്നു. അമ്മയുടെ ഉറക്കം പോയി. അമ്മ എങ്ങനെയാ മുസ്ലിം ആവുക എന്ന് ചോദിച്ചു. അമ്മയുടെ ജീവൻ ഒരു ഒറ്റ പോക്കാ മേപ്പട്ട് 30 കോടി ദേവഗണങ്ങളി ഒരുമിച്ച് വിളിച്ചുപോയി. ദൈവമേ, എന്റെ കുട്ടി ആരുടെ കെണിയിലാ പെട്ടതാണാവോ? ആരാ കയ്യും കണ്ണും കാട്ടി എന്റെ കുട്ടിയെ വളച്ചതാണാവോ? കുഞ്ഞമ്പൂന്റെ മകളെ രക്ഷിക്കാൻ DYFIക്കാരെങ്കിലും ഉണ്ടായി കെണിയിൽപ്പെട്ടപ്പോ എന്റെ മകളെ രക്ഷിക്കാൻ ദൈവമേ ആരാ ഉണ്ടാവുക എന്ന് വെച്ച് തലയ്ക്ക് മേലെ കയ്യും വെച്ചിട്ട് ആ അമ്മ ഒരൊറ്റ പ്രാർത്ഥന, ആരെങ്കിലും കാത്തോളണേ എന്റെ കുട്ടിയായിരുന്നു. എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ ചോദിക്കണം? അമ്മ പറയേ, എങ്ങനെയാ മുസ്ലിം ആവുക? പൊന്നാനി പോയ കാര്യം നടക്കുന്നു പറഞ്ഞില്ല. പൊന്നാനിക്ക് ഇവിടുന്ന് എത്രകൊണ്ട് വഴിയുണ്ട്. അമ്മയുടെ ജീവൻ പോയി, കൈവിട്ട് പോയി മകള്. മോളെ അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ, കണ്ണും പിടിയും കാട്ടാൻ പലരും ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ അമ്മ ഉപദേശിക്കാൻ തുടങ്ങിയപ്പോ മകൾ പറഞ്ഞു, അമ്മ എന്തായി എഴുതാപ്പുറം വായിക്കണേ, വേണ്ടാതീനം പറയണ, ആര് കണ്ണും പിടിയും കാട്ടണ കൂട്ടാ പറയണ? ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയും, എങ്ങനെയാ മുസ്ലിം ആവുക? നിനക്കെന്തിനാ ഇപ്പൊ മുസ്ലിം ആവണേ? കല്യാണം കഴിക്കാനല്ലെങ്കിൽ പിന്നെ എന്തിനാ കല്യാണം? ആരും കല്യാണത്തെ പറ്റി ചിന്തിച്ചത്? പിന്നെ എന്തിനാ നിനക്ക് മുസ്ലിം ആവണത്? എനിക്ക് മദർസയിൽ പോവാനാണ്. മദർസയിൽ പോയിട്ട് നടക്കെന്താ നേട്ടം? അപ്പൊ അമ്മ ഈ പത്രം ഒന്നും വായിക്കാറില്ലേ? മദർസയിൽ പോയ എനിക്ക് ഈ പണ്ടാരക്കെട്ടൊന്നും പിന്നെ പഠിക്കണ്ട. CBSE പുസ്തകങ്ങൾ ഇങ്ങനെ കുട്ടിയേക്കാ ഉയരത്തിൽ കെട്ടിവെച്ചിരിക്കുക. ത്രിഭാഷ ഫോർമുല അനുസരിച്ചുള്ള 3 ഭാഷകള്, സൂര്യന്റെ കീഴിലും മുകളിലും ഉള്ള സർവ്വ വിജ്ഞാനവും അരച്ച് കലക്കി ഗുളികപ്പരുവത്തിലാക്കിയിട്ടുള്ള ടെക്സ്റ്റുകൾ കുട്ടിയേക്കാൾ ഉയരത്തിലിരിക്കുക. ഇതെന്താ നീ മദർസയെ പഠിച്ചാൽ ഇത് പഠിക്കണ്ട? അമ്മ പത്രം വായിച്ചു നോക്ക്. തലേ ദിവസത്തെ പത്രം, മാതൃഭൂമി പത്രത്തില് ഫ്രണ്ട് പേജിലുണ്ട്, മദർസ ബിരുദങ്ങൾക്ക് CBSEക്ക് തുല്യമായ അംഗീകാരം കൊടുത്തിരിക്കുന്നു. LKG മുതല് മുല കുടിക്കണ പ്രായത്തുനിന്ന് കുട്ടിയെ അമ്മിഞ്ഞേമെന്ന് വിടിയിപ്പിച്ചിട്ട് നേരെ സ്കൂളിലേക്ക് അങ്ങോട്ട് തള്ളിയിട്ട് 10-14 കൊല്ലം കുട്ടി ചെരച്ച് ഒരു ഡിഗ്രിയുമായിട്ട് പുറത്തേക്ക് കടന്നാൽ അവൻ കാണണു തൊട്ടപ്പുറത്ത് നേരം വിളിച്ചാകുമ്പോ 1 മണിക്കൂർ പോയ ഓതിയെ ആര്യമാരാവണോ മൊയിലിയന്മാരാവണോ എന്ന് തർക്കിച്ച് നടക്കണവരുടെ കക്ഷത്തും ഇതേ ഡിഗ്രി, CBSEക്ക് തുല്യമായ അതേ ഡിഗ്രി 14 കൊല്ലം ബുദ്ധിമുട്ടിയാണ്. അപ്പൊ കുട്ടി കണ്ട എളുപ്പമാർഗമാണ് ഇതോ. പഠിക്കണ്ടാലോ അതെനിക്ക് മദ്രസയിൽ പോയാല്. ഈ വിധി പടച്ചോൻ നമുക്ക് മേൽ അടിച്ചേൽപ്പിച്ചതല്ല. ആയിരുന്നുവെങ്കിൽ നമുക്ക് അംഗീകരിക്കാമായിരുന്നു. ദൈവത്തിന്റെ വിധിയെ നമുക്ക് ചോദ്യം ചെയ്യാൻ സാധ്യമല്ല. അത് കർത്താവായാലും പടച്ചവനായാലും അയ്യപ്പനായാലും ദൈവത്തിന്റെ വിധി നമുക്ക് ഒന്നുപോലെയാണ്. ഈ വിധി ഇവിടുത്തെ 83% മേലെ ദൈവം അടിച്ചേൽപ്പിച്ചതല്ല, മറിച്ച് ഞാനും നിങ്ങളും തെരഞ്ഞെടുത്തയച്ച നമ്മുടെ രാഷ്ട്രീയക്കാർ ഉൾപ്പെടുന്ന നമ്മുടെ ഗവൺമെന്റ് നമ്മളിൽ അടിച്ചേൽപ്പിച്ചതാണെങ്കിൽ ചിന്തിച്ചേ പറ്റൂ. മനുഷ്യന് ഭ്രാന്ത് പിടിച്ച ചങ്ങലക്കിടും, മതേതരത്വത്തിന് ഭ്രാന്ത് പിടിച്ചാലോ? അതാണ് നമുക്ക് ഒരുമിച്ച് കൂടി ചിന്തിക്കാനുള്ളത്. ഭ്രാന്ത് പിടിച്ച് സർവവും തച്ച് തകർത്ത് മുന്നോട്ട് പോകുന്ന ഈ മതേതരത്വത്തിന് ഒരു കൂച്ചുവെല്ലം കിടാൻ, ഒരു മയക്കുവെടിയെങ്കിലും വെക്കാൻ സാധിക്കുമോ നമുക്ക് ഈ സമൂഹത്തിൽ?
സമൂഹത്തിന്. ഇവിടെയാണ് ഈ രാഷ്ട്രത്തിന്റെ, നമ്മുടെ മാത്രമല്ല ഈ രാഷ്ട്രത്തിന്റെ ഭാവി ഇരിക്കുന്നത്. 1947 ആഗസ്റ്റ് 14 അർദ്ധരാത്രി ഇന്ത്യ ഭാഗപത്രത്തിൽ ഒപ്പുവെച്ചപ്പോൾ ഇവിടെ ഒരു ഇസ്ലാമിക രാഷ്ട്രം പിറന്നു വീണതായി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഏതാ ഇസ്ലാമിക രാഷ്ട്രം? ഭാരതമാണോ? പാകിസ്ഥാനാണെന്ന് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. കാരണം പാകിസ്ഥാനില് പള്ളി വേറെ, പള്ളിക്കൂടം വേറെ. അവിടെ മദ്രസയെ പഠിച്ച അക്കാഡമിക ബിരുദമാവില്ല. സൗദി അറേബ്യയിൽ പള്ളി വേറെ, പള്ളിക്കൂടം വേറെ. അവിടെ മദ്രസയെ പഠിച്ച അക്കാഡമിക ബിരുദമാവില്ല. ലോകത്ത് 57 മുസ്ലിം രാജ്യങ്ങളുണ്ട്. ഇതിലൊന്നും തന്നെ മദ്രസ ബിരുദം പോരാ അക്കാഡമിക ബിരുദത്തിന്. പക്ഷെ മതേതരത്വം നെറ്റിപ്പട്ടത്തിൽ എഴുതി പിടിപ്പിച്ച് അതിന്റെ ഹുങ്കിൽ അഭിമാനിക്കുന്ന ഭാരതത്തിന് മദ്രസയെ പഠിച്ചാൽ മതി CBSE ബിരുദം എന്ന് പറഞ്ഞാൽ ചികിത്സ വൈകി പോയിരിക്കുന്നു എന്നല്ലേ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്? ആ ചികിത്സ നമ്മൾ നടത്തിയില്ല എങ്കിൽ നമ്മൾ ഈ രാഷ്ട്രത്തിന്റെ നാശത്തിന് കാവൽക്കാരാവുകയാണ്. നശിക്കുന്നത് നോക്കി നിൽക്കാൻ തയ്യാറാവുകയാണ്. സാധിക്കുമോ? നേരത്തെ നമ്മളോട് തൊഗാഡിയാജി പറഞ്ഞതുപോലെ തന്നെ എല്ലാറ്റിനും ചികിത്സയുള്ള ഈ ധർമ്മം, എല്ലാറ്റിന്റെയും ശാസ്ത്രീയമായ ഉന്മൂലനത്തിന് സാധ്യതയുള്ള ഈ ധർമ്മം, എല്ലാ തിന്മകളെയും ശാരീരികവും കുടുംബപരവുമായ എല്ലാ അവസ്ഥയിൽ നിന്നും മോചനം നേടാൻ തക്ക ശാസ്ത്രീയമായ അടിത്തറയുള്ള ഈ ധർമ്മത്തില് ഈശ്വര അനുഗ്രഹം കൊണ്ട് ജനിക്കാൻ ഭാഗ്യം സിദ്ധിച്ച നമുക്ക് കഴിയുമോ ഈ രാഷ്ട്രം നശിച്ചോട്ടെ എന്ന് തീരുമാനിക്കാൻ? നമ്മുടെ ജന്മഭൂമിയും കർമ്മഭൂമിയും മോക്ഷഭൂമിയും പുണ്യഭൂമിയും എല്ലാമായ ഈ നമ്മുടെ പെറ്റമ്മയായ ഈ ഭാരതത്തെ അങ്ങനെ നശിക്കാൻ വിടാൻ നമുക്ക് പറ്റുമോ? ഇവിടെയാണ് ഇതിനെതിരെ നമുക്ക് പൊരുതിയേ പറ്റൂ. ജാതിക്കും രാഷ്ട്രീയത്തിനുമൊക്കെ അപ്പുറമായിക്കൊണ്ട് ഈ ഭ്രാന്ത് അവസാനിപ്പിച്ചില്ല എങ്കിൽ നമ്മളും ഈ രാഷ്ട്രവും നശിക്കുമെന്നതിന് യാതൊരു വിധമില്ല.